ഒരു പെൺകുട്ടിക്ക് അവളുടെ മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങുന്ന സമയം മുതലേ പ്രോപ്പറായിട്ടുള്ള ഹൈജീൻ ഗൈഡൻസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാ അമ്മമാരും ശ്രദ്ധയോടെ കേൾക്കുക. മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് യൂട്രസിന്റെ എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ ഷെഡിങ് ആയി നോർമൽ സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ്സാണ് ഈ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള മെൻസ്ട്രൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. WHO പ്രകാരം ഇംപ്രോപ്പർ ആയിട്ടുള്ള മെൻസ്ട്രൽ ഹൈജീൻ റീപ്രൊഡക്റ്റീവ് ട്രാക്ക് ഇൻഫെക്ഷനും അതുപോലെ തന്നെ യൂറിനറി ട്രാക്കും ഇൻഫെക്ഷനും സ്കിൻ ഇറിറ്റേഷനും സ്കിൻ റാഷസും എല്ലാം ഉണ്ടാക്കുന്നുള്ള കാരണമാകുന്നു. നമ്മുടെ മെൻസ്ട്രൽ ബ്ലഡ് എന്ന് പറയുന്നത് എൻഡോമെട്രിയൽ ടിഷ്യൂസും സെർവൈക്കൽ മ്യൂക്കോസും വെജൈനൽ സെക്രീഷൻസും ബ്ലഡും ഇതെല്ലാം അടങ്ങിയ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മിക്സറാണ്. അതുപോലെ തന്നെ ബാക്ടീരിയയ്ക്ക് വളരാൻ പറ്റിയ നല്ലൊരു മീഡിയം കൂടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന എബ്സോർബൻസ് ദീർഘസമയം മാറ്റാതെ ഉപയോഗിക്കുമ്പോൾ അവിടുത്തെ വെജൈനൽ സെക്രീഷൻസും നമ്മുടെ സ്വെറ്റും എല്ലാം അക്യുമുലേറ്റ് ചെയ്ത് ബാക്ടീരിയയ്ക്ക് വളരാൻ പറ്റിയ നല്ലൊരു എൻവയോൺമെൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. സ്റ്റഡീസ് പറയുന്നത് ഓരോ 3 മണിക്കൂർ കൂടുന്തോറും ഇതിൻ്റെ ചാൻസസ് ട്രിപ്പിൾ ആകുന്നു എന്നതാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന എബ്സോർബൻസ് അത് എന്ത് തന്നെ ആയാലും സാനിറ്ററി പാഡ്സോ ടാമ്പോൺസോ മെൻസ്ട്രൽ കപ്പോ അതോ പീരീഡ്സ് പാൻറ്റിയോ എന്ത് തന്നെ ആയാലും 5-6 മണിക്കൂറിൽ കൂടുതൽ അത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഫ്ലോ കുറവാണെങ്കിലും നമ്മൾ ഈ സമയത്തിനുള്ളിൽ തന്നെ ചേഞ്ച് ചെയ്യണം. ഫുള്ളി സോക്കാകുന്നവരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഫ്രാഗ്രൻസ് ഉള്ള സാനിറ്ററി പാഡ്സ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇത് സ്കിൻ ഇറിറ്റേഷൻ കൂട്ടുന്നതായിരിക്കും. സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർ ഇത് തീർത്തും ഒഴിവാക്കേണ്ടതാണ്. ടാമ്പോൺസ് 8 മണിക്കൂർ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. രാത്രിയിലും ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കൂടുതൽ നേരം ടാമ്പോൺസ് ഇന്റേണലി കീപ്പ് ചെയ്യുമ്പോൾ ടോക്സിക് ഷോക്ക് സിൻഡ്രോം പോലെയുള്ള ഗംഭീരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഇത് ലീഡ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. മെൻസ്ട്രൽ കപ്പ് ഓരോ യൂസ് കഴിയുമ്പോഴും നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടറിൽ നമ്മൾ വാഷ് ചെയ്യണം. അതിനായി മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള സോപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഓരോ സൈക്കിൾ കഴിയുന്തോറും ഈ മെൻസ്ട്രൽ കപ്പ് 5-10 മിനിറ്റ് ബോയിലിംഗ് വാട്ടറിലിട്ട് നന്നായി സ്റ്റെറിലൈസ് ചെയ്യണം. അതിനുശേഷം അത് ഡ്രൈ ചെയ്ത് ഒരു ബ്രീത്തബിൾ പൗച്ചിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരിക്കലും പ്ലാസ്റ്റിക് എയർ ടൈറ്റ് കണ്ടെയ്നർ നമ്മൾ ഇതിനായി യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന മെൻസ്ട്രൽ കപ്പിൽ എന്തെങ്കിലും ഡാമേജോ സ്മെല്ലോ കളർ ചേഞ്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ഉടനെ റീപ്ലേസ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പീരീഡ് പാൻറ്റീസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ യൂസിന് ശേഷം കോൾഡ് വാട്ടറിൽ മൈൽഡ് സോപ്പ് വെച്ച് നല്ല രീതിയിൽ വാഷ് ചെയ്ത് അതിൻ്റെ സെയിൻസ് എല്ലാം റിമൂവ് ചെയ്ത് ഡയറക്റ്റ് സൺലൈറ്റിന് നന്നായി ഡ്രൈ ആയിട്ട് എടുക്കണം. അതിനുശേഷം നമ്മൾക്കത് സൂക്ഷിക്കാവുന്നതാണ്. ഒരിക്കലും നനവോടുകൂടി നമ്മൾ പീരീഡ്സ് പാൻറ്റി യൂസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇൻഫെക്ഷനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. എപ്പോഴും എബ്സോർബൻസ് യൂസ് ചെയ്യുന്നതിന് മുമ്പും ശേഷവും പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ് വാഷ് അത് നിർബന്ധമാണ്. ഇത് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാതിരിക്കാനായി സഹായിക്കുന്ന കാര്യമാണ്. വെജൈന സെൽഫ് ക്ലീനിങ് ആയിട്ടുള്ള ഓർഗനാണ്. അതിനുള്ളിൽ കാണുന്ന ലാക്ടോബാസിലസ് എന്ന നാച്ചുറൽ ബാക്ടീരിയ അവിടുത്തെ pHനെ ബാലൻസ് ചെയ്ത് നിലനിർത്തുന്നു. അതുകൊണ്ട് ഇന്റേണൽ വെജൈനൽ ക്ലീനിങ്ങിന്റെ ആവശ്യമില്ല. ഇന്റേണൽ വെജൈനൽ ക്ലീനിങ് ചെയ്യുകയാണെങ്കിൽ ഇൻഫെക്ഷൻസ് കൂടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് പുറമേ കാണുന്ന വൾവൽ ഏരിയയാണ്. ഇളം ചൂടുവെള്ളം കൊണ്ടോ നോർമൽ വാട്ടർ കൊണ്ടോ നമുക്ക് ഈ വൾവൽ ഏരിയ വൃത്തിയായി സൂക്ഷിക്കാം. ഇന്റിമേറ്റ് വാഷ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ pH ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഡെയിലി 1-2 തവണയിൽ കൂടുതൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നാച്ചുറൽ വെജൈനൽ pH ഫ്ലോറ ഡിസ്റ്റർബ് ആവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതിനാൽ ഡെയിലി നമുക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്യൂബിക് ഹെയർ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യേണ്ടത് നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷേ ഒരുപാട് ഹെയർ ഉള്ളപ്പോൾ അവിടെ ഈർപ്പം നിലനിർന്ന് അവിടെ മോയ്സ്ചർ കണ്ടന്റ് കൂടാനുള്ള ചാൻസസും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വളരാനുള്ള ചാൻസസും കൂടുതലാണ്. അതുകൊണ്ട് അവിടെ ട്രിം ചെയ്ത് ഹൈജീനായി കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അമ്മമാരായി നമ്മൾ സംസാരിച്ചാൽ നമ്മുടെ പെൺകുട്ടികൾക്ക് പീരീഡ്സ് ഒരിക്കലും ഒരു ഷെയിമല്ല, അതൊരു നോളേജാണ്. പ്രോപ്പർ ആയിട്ടുള്ള മെൻസ്ട്രൽ ഹൈജീൻ അവരുടെ ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്.